കവരത്തി ദ്വീപിൽ ഒരു സ്കൂബ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ ഓട്ടോയിൽ പോവുകയാണ്. അവിടെ ചെന്നിട്ട് അതിൻ്റെ ക്ലാസ് ഉണ്ട്. പിന്നെ നമ്മളൊരു ടെസ്റ്റ് കാര്യങ്ങളുണ്ട്, ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചുള്ള ഒരു ടെസ്റ്റും കാര്യങ്ങളും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് സ്കൂബ ചെയ്യുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ അതിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. പ്രോഗ്രാം ആയിരിക്കും. ഒരു ഡൈ മാസ്റ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ലൈക്ക് 1:1 ആണ്, ഒരാളുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അത് ഒരു ഫുള്ളി സേഫസ്റ്റ് ഡൈവാണ്. കുറച്ച് ഗിയേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക്. ഇതൊന്നും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ അവർ ചെയ്തോളും. നമ്മൾ ജസ്റ്റ് 3 കാര്യം മാത്രം ചെയ്യുക: വാച്ച്, ബ്രീത്ത്, ഈക്വലൈസ്. ഈക്വലൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനി ഇവരെ ഓക്സിജൻ സിലിണ്ടർ നമ്മളെ ബാക്കിൽ കെട്ടിയിട്ട് ഒരു ബ്രീത്ത് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കടലിലാണ് ചെയ്യുക. ഇതിപ്പോൾ ഈ ബോട്ടിലാണ് നമുക്ക് പോവുക. ഇത് കുറച്ചങ്ങോട്ട് ദൂരത്ത് പോകണം. ദൂരത്ത് പോയിട്ടാണ് ഈ സ്കൂബ ചെയ്യുന്നത്. ഇതിപ്പോൾ അവിടെ സ്കൂബക്കുള്ള ട്രെയിനിങ് ആണ്. നമ്മളെ കെട്ടിയോളാണ് പിന്നെ ചെയ്യുന്നത് ബ്രീത്ത് ടെസ്റ്റ്. ഞാനത് മുമ്പ് പലതവണ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പ്രാവശ്യം ചെയ്യുന്നില്ല. ലക്ഷദ്വീപിൽ വേൾഡിലെ സെക്കൻഡ് സ്കൂബ ചെയ്യുന്നതിൽ ബെസ്റ്റുള്ള സ്ഥലമാണ്. ഫസ്റ്റ് തായ്ലൻഡ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവരൊരു 5 സ്റ്റാർ സ്കൂബ ടീമാണ്. വലിയ സംഭവമാണ് ഇവർ. ഏകദേശം ഒരാൾക്ക് 4500 രൂപേൻ്റെ അടുത്ത് ചാർജ് വരും. അരമണിക്കൂർ ചെയ്യും. പിന്നെ ഏകദേശം ഒരു അരമണിക്കൂർ തന്നെ ട്രെയിനിങ്ങും ഉണ്ട്. ഓക്സിജൻ സിലിണ്ടറൊക്കെ ബാക്കിൽ വെച്ചിട്ട് ബ്രീത്ത് ടെസ്റ്റ് നടത്തുകയാണ്. നല്ല സംഭവമാണ് ഇവർ. ഞാൻ പിന്നെ 2019 ഒന്ന് ഇവിടെ 17 ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ. അന്ന് ഞാൻ ഇവിടെ തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ പുറപ്പെട്ടിട്ടുണ്ട്. ഇനി സ്കൂബൻ്റെ അവിടെ എത്തിയിട്ട് ഇനി വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി നമുക്ക് അവിടെ നിന്ന് കാണാം. ഇപ്പം നമ്മുടെ ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നത്. ഇനി സ്കൂബ ഇൻസ്ട്രക്ടർമാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിക്കുന്നത്. ഇതിൻ്റെ ഗ്യാസും മറ്റേ ഓക്സിജൻ സിലിണ്ടറും നമ്മളെ ബാക്കിൽ കെട്ടുന്ന ജാക്കറ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. കാരണം വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സ് പിന്നെ ഇടുക. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റായി പോകും പുറത്തുനിന്ന് കെട്ടി ഇറങ്ങുന്നത്. ഈ ഒരു സണ്ടിലെ ഇത് ഓക്സിജൻ സിലിണ്ടറും ആ ഒരു കിറ്റാണ്. അതിപ്പോൾ വെള്ളത്തിലേക്ക് ഇടും. പിന്നെ ഓരോരുത്തർ ഇറങ്ങുന്ന സമയത്ത് ഓരോ ബാക്കിലങ്ങനെ വെച്ചിട്ട് നേരെ കടലിൻ്റെ അടിയിലേക്ക് പോകുക ചെയ്യുക.